ലോകത്തെ വിറപ്പിക്കുന്ന വൻശക്തി എന്ന അഹങ്കാരവുമായി ഇറാനെ അനായാസം മുട്ടുകുത്തിക്കാമെന്ന് വ്യാമോഹിച്ച അമേരിക്കൻ സാമ്രാജ്യത്തിനും അവരുടെ വിശ്വസ്ത പങ്കാളി ഇസ്രയേലിനും പക്ഷിമേശയുടെ മണ്ണിൽ നിന്ന് കനത്ത പ്രഹരം. ഒരൊറ്റ ദിവസം കൊണ്ട് 12,000-ലധികം ബോംബുകൾ വർഷിച്ച് പേർഷ്യൻ കരുത്തിനെ തകർക്കാമെന്നത് വെറും ഫാന്റസി മാത്രമാണെന്ന് ഇറാന്റെ മിസൈലുകൾ മിനിറ്റുകൾക്കുള്ളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ തെമ്മാടി രാഷ്ട്രമെന്ന വിശേഷണം അനർത്ഥമാക്കുന്ന രീതിയിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ സംയുക്ത കടന്നാക്രമണത്തിന് അറബ് രാജ്യങ്ങളിലെ US ആസ്തികളെ ഒന്നൊന്നായി തകർത്തുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകിയത്. പ്രാന്തമായ യുദ്ധം അഴിച്ചുവിട്ട് പക്ഷിമേശിയെ ഒന്നാകെ ചാമ്പലാക്കാൻ നോക്കുന്ന ട്രംപിനും നെതന്യാഹുവിനും ഇത് വെറുമൊരു താക്കീതല്ല, മറിച്ച് അവരുടെ പതനത്തിന്റെ തുടക്കം കൂടിയാവാം. ഇറാന്റെ പരമാധികാരത്തിനു മേലെ കൈകടത്താൻ വരുന്നവന്റെ ഹൃദയമിടിപ്പ് നിർത്താൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കൻ അധികാര കേന്ദ്രങ്ങളിലും ഒരുപക്ഷെ വിള്ളൽ വീഴാം. UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളിലേക്ക് ഇറാന്റെ മിസൈലുകൾ അഗ്നിപർവ്വതം പോലെ പെയ്തിറങ്ങുന്നതേയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അബുദാബിയിലെയും ദുബായിലെയും ആകാശത്ത് സ്ഫോടനങ്ങളുടെ ഇടിമുഴക്കം മുഴങ്ങുമ്പോൾ അത് അമേരിക്കൻ ഗർവിനേറ്റ പ്രഹരമായിരുന്നു. ബഹ്റൈനിലെ US 5-ാം കപ്പൽ വ്യൂഹത്തിന്റെ ആസ്ഥാനത്ത് ഷഹീദ് ഡ്രോണുകൾ തുളച്ചു കയറിയതും കുവൈറ്റിലെ അലി അൽ സലാം വ്യോമതാവളം ലക്ഷ്യമിട്ടതും ഇറാന്റെ സൈനിക തന്ത്രത്തിന്റെ കൃത്യത വെളിപ്പെടുത്തുന്ന നീക്കമാണ്. ശത്രുവിനെ നിർണായകമായി പരാജയപ്പെടുത്തുന്നത് വരെ ഈ പോരാട്ടം തുടരുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് വ്യക്തമാക്കുമ്പോൾ മേഖലയിലുടനീളമുള്ള അമേരിക്കൻ ആസ്തികൾ ഇനി ഇറാന്റെ സൈന്യത്തിന്റെ നിയമാനുസൃതമായ ഇരകൾ മാത്രമാണ്. സ്വന്തം മണ്ണും ജനതയെയും സംരക്ഷിക്കാൻ ഇറാനിയൻ സൈന്യം കാണിക്കുന്ന ഈ വീര്യം സാമ്രാജ്യത്വ ശക്തികൾ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങൾ ആ രാജ്യത്തിന്റെ മാത്രം അധികാര പരിധിയിൽ വരുന്നതാണ്. അവിടെ എന്ത് വേണം, ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുള്ള പൂർണ്ണ അവകാശം ഇറാനിയൻ ജനതയ്ക്കാണ്. എന്നാൽ ലോക പോലീസുകാരൻ ചമഞ്ഞു നടക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ കൈകടത്തി അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാമെന്ന് കരുതുന്നത് ശുദ്ധ ഭോഷ്കമാണ്. നയതന്ത്രം ചർച്ച ചെയ്യുന്നതിനിടയിൽ സമാധാനത്തിന്റെ മുഖമൂടി അണിഞ്ഞ് പിന്നിൽ നിന്ന് കുത്തുന്ന അമേരിക്കൻ ശൈലി ഇവിടെ പരാജയപ്പെടുകയാണ്. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽബൂദി സൈദി പറഞ്ഞതുപോലെ ഇത് അമേരിക്കയുടെ യുദ്ധമല്ല. എന്നിട്ടും എന്തിനാണ് ട്രംപ് ഈ പ്രദേശം വിഭജിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നത്? ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് വ്യാമോഹിപ്പിച്ച് അവരെ സ്വന്തം ഭരണകൂടത്തിനെതിരെ തിരിക്കാൻ ട്രംപ് നടത്തുന്ന നീക്കങ്ങൾ വില പോവില്ല. ഇറാന്റെ പ്രതിരോധ ശേഷി കഴിഞ്ഞ കാലങ്ങളിലെ അടിച്ചമർത്തലുകളെ അതിജീവിച്ചതാണ്. അത് വിദേശ ശക്തികളുടെ അധിനിവേശത്തിന് മുന്നിൽ മുട്ടുമുടക്കില്ലെന്ന് ഉറപ്പാണ്. നയതന്ത്ര ചർച്ചകൾ വെറും പുകമറയായി ഉപയോഗിച്ച് യുദ്ധം ആസൂത്രണം ചെയ്ത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഇരട്ടത്താപ്പ് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കാനെന്ന പേരിൽ ലോകത്തെ തെറ്റിദ്ധരിച്ച് പുരാതന പെർഷ്യയിലെ കൂട്ടക്കൊലയുടെ ബൈബിൾ കഥ അനുസ്മരിക്കുന്ന പുരീം ദിനത്തിൽ ആക്രമണം നടത്തിയത് തന്നെ അവരുടെ ക്രൂരമായ മനോഭാവത്തെ തുറന്നു കാട്ടുന്ന വസ്തുതയാണ്. അതേസമയം ഇറാന്റെ സൈനിക സിവിലിയൻ നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ തലവെട്ടൽ ആക്രമണങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തലകൾ എത്ര കൊയ്താലും ഇറാനിലെ പേർഷ്യൻ പോരാളികളുടെ മുട്ടുമടങ്ങില്ല എന്നത് അധിനിവേശ ശക്തികൾക്ക് നിരാശ മാത്രമാണ് നൽകുന്നത്. പകരം മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ ബോംബിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ഇസ്രയേലിന്റെ ക്രൂരതയ്ക്ക് കാലം സാക്ഷിയാണ്. ഇത് ഭരണമാറ്റമല്ല, മറിച്ച് ഒരു സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ആഗോള തെമ്മാടിത്തരമാണ്. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ ട്രംപിന് ഒരു യുദ്ധം അത്യാവശ്യമായിരിക്കാം. US പൊതുജനങ്ങളിൽ വെറും 70% പേർ മാത്രം പിന്തുണയ്ക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഇറങ്ങി പുറപ്പെട്ടത് തന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടിയാണ്. എന്നാൽ ഈ ഭ്രാന്തൻ നടപടി റിപ്പബ്ലിക്കൻ പാർട്ടിയെ തന്നെ തകർത്തേക്കാം. ഇറാൻ കീഴടങ്ങില്ലെന്ന് മാത്രമല്ല, US സൈന്യം നീണ്ടു നിൽക്കുന്ന ഒരു ചതുപ്പിൽ അകപ്പെടുകയും ചെയ്യും. പിന്മാറിയാൽ ട്രംപ് ദുർബലനാകും, തുടർന്നാൽ രാജ്യം സാമ്പത്തികമായി തകരും. പശ്ചിമേഷ്യയിലെ എണ്ണ കയറ്റുമതി പാതയായ ഹോർമൂസ് കടലിലേക്ക് ഇറാൻ അടച്ചുപൂട്ടിയാൽ ആഗോള വിപണി തന്നെ നിശ്ചലമാകും. സൗദി അറേബ്യയെയും UAEയും ഉൾപ്പെടെയുള്ള ഉൽപാദക രാജ്യങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മരണമണിയാണ് മുഴക്കുന്നത്. ഒടുവിൽ ഈ യുദ്ധം ഹ്രസ്വകാലത്തേക്കുള്ള തെറ്റാണെന്ന് കരുതുന്നവർക്ക് തെറ്റി. പശ്ചിമേഷ്യയിലെ അസ്ഥിരത സൃഷ്ടിച്ച് ലാഭം കൊയ്യാമെന്ന് കരുതുന്ന അമേരിക്കയും ഇസ്രയേലും വലിയൊരു തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. ഇറാൻ എന്ന രാഷ്ട്രം വെറുമൊരു അതിർത്തിയല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു വിപ്ലവ വീര്യമാണ്. അടിച്ചമർത്താൻ ശ്രമിക്കും തോറും ആളിപ്പടരുന്ന തീയാണ് പേർഷ്യൻ പോരാട്ടം.
ട്രംപിന്റെ ജനറൽമാർ ഉപദേശിക്കുന്നത് പോലെ നീണ്ടു നിൽക്കുന്ന സംഘർഷം അമേരിക്കയ്ക്ക് താങ്ങാനാവില്ല. നയതന്ത്രത്തിന്റെ പുകമറയിൽ 2 തവണ ചതിക്കപ്പെട്ട ഇറാൻ ഇനി ഒരിക്കലും അധിനിവേശ ശക്തികളുടെ വാഗ്ദാനങ്ങളിൽ വീഴില്ല. ഭരണകൂടം കൂടുതൽ കരുത്തോടെ നിലനിൽക്കുമ്പോൾ ഭാവിയിലെ ഏത് ചർച്ചകളിലും ഇറാൻ ആയിരിക്കും മേൽക്കൈ നേടുക. സാമ്രാജ്യത്വത്തിന്റെ ഭ്രാന്തൻ നടപടികൾക്ക് മറുപടിയായി ഇറാൻ ആഞ്ഞടിക്കുമ്പോൾ ലോകം ഒരു പുതിയ ചരിത്രത്തിനായിരിക്കാം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.